എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ 1991 ശേഷമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഇതിൽ പ്രധാനമായും സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ്. ഫസ്റ്റ് ടോപ്പിക്, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം ഓർ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്തിത്വം, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതാ കുറവ്, വിദേശ നാണയ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു, ഗൾഫ് യുദ്ധം, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അവശ്യ വസ്തുക്കളുടെ വില വർധനവ്, സർക്കാരിൻ്റെ പൊതുചെലവിലുണ്ടായ വർധനവും കമ്മി ബജറ്റും, അടവശിഷ്ട പ്രതിസന്ധി, പൊതുകട വർധനവ്, വിദേശ വിനിമയ തോതിലുണ്ടായ പ്രതിസന്ധി. അടുത്ത ടോപ്പിക്ക്, 1991 പ്രതിസന്ധി മൂലം ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ. ഫസ്റ്റ് പോയിന്റ്, ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ കുഴപ്പങ്ങൾ മൂലം 1991 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു, ഇന്ത്യയുടെ ഇറക്കുമതി വർദ്ധിച്ചു, വിദേശ നാണയ കരുതൽ ശേഖരം $100 കോടി താഴെയായി, അടവശിഷ്ടം തകരാറിലായപ്പോൾ രൂപയുടെ വില ഇടിയേണ്ടി വരുമെന്ന അവസ്ഥയിലായി, വിദേശ മൂലധനം ഇന്ത്യയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന അവസ്ഥയായി, ഉയർന്ന പെട്രോളിയം വില നിരക്ക് നാണ്യപ്പെരുപ്പമുണ്ടാക്കി, അന്താരാഷ്ട്ര ബാങ്കുകൾ ഇന്ത്യക്ക് വായ്പ തരാൻ വിസമ്മതിച്ചു, ഇന്ത്യയുടെ കരുതൽ സ്റ്റോക്ക് എന്ന സമ്പത്തിൽ കുറേ വിൽക്കുവാനും ബാക്കിയുള്ളത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയപ്പെടുത്തുവാനും ഇന്ത്യ നിർബന്ധിതമായി. 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും PV നരസിംഹറാവു പ്രധാനമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. 1980കളിൽ രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ പരിഷ്കരണത്തിലേക്ക് നയിച്ചത്. പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുക, സ്വകാര്യ മേഖലയുടെ മേലുള്ള ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കുക, സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ഗവൺമെൻറ്റിൻ്റെ പങ്ക് കുറച്ചു കൊണ്ടുവരിക, അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള എല്ലാവിധ നിയന്ത്രണങ്ങളും എടുത്തുകളയുക. ഇനി അടുത്ത ടോപ്പിക്കാണ് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ നൂതന സാമ്പത്തിക നയം. 1991 ന്യൂ എക്കണോമിക് പോളിസി. 1980കളിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ സർക്കാർ ലോകത്തെ 2 പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളായ IMF, IBRD എന്നിവയെ സമീപിച്ചു. ബ്രെട്ടൻ വുഡ്സ് ട്വിൻസ് എന്നാണ് ഈ 2 ധനകാര്യ സ്ഥാപനങ്ങളും അറിയപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $7 ബില്യൺ സാമ്പത്തിക സഹായമായി നമ്മുടെ രാജ്യത്തിന് നൽകുവാൻ ഈ സ്ഥാപനങ്ങൾ തീരുമാനിച്ചു. എന്നാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം പരിഷ്കരണം എന്ന ഉപാധിയോടുകൂടിയാണ് സാമ്പത്തിക സഹായം ഈ സ്ഥാപനങ്ങൾ നൽകുവാൻ തീരുമാനിച്ചത്. IMFൻ്റെയും IBRDയുടെയും നിബന്ധനകളെ അടിസ്ഥാനമാക്കി 2 പ്രധാനപ്പെട്ട നടപടികൾ സാമ്പത്തിക രംഗത്ത് കൈക്കൊള്ളുവാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ, ഘടനാപരമായ നടപടികൾ. ഫസ്റ്റ് വൺ, സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ. ഹ്രസ്വകാല നടപടികളാണിവ. പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടിയുടെ ഉദ്ദേശം. രണ്ടാമത്തത്, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ദീർഘകാല നടപടികളാണിവ. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ. മുകളിൽ സൂചിപ്പിച്ച 2 നടപടികൾ നടപ്പിലാക്കുന്നതിനായി 3 പ്രധാനപ്പെട്ട നയങ്ങൾ സർക്കാർ രൂപീകരിച്ചു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണവ. ഫസ്റ്റ് വൺ, ഉദാരവൽക്കരണം. സാമ്പത്തിക രംഗത്തുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുക എന്നതാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു നയമാണിത്. ഇത് ഒരു തുറന്ന വാതിൽ നയമാണ്. ഉദാരവൽക്കരണ ഫലമായി നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങൾ: 1. വ്യാവസായിക മേഖലയിലുള്ള പരിഷ്കരണം. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യാവസായിക രംഗത്ത് ചില പ്രധാനപ്പെട്ട പരിഷ്കരണ നടപടികൾ സർക്കാർ കൊണ്ടുവന്നു. വ്യാവസായിക ലൈസൻസിംഗ് സമ്പ്രദായം നിർത്തലാക്കി, വ്യാവസായിക മേഖലയെ നിയന്ത്രണമാക്കി, വ്യാവസായിക ഉൽപ്പാദന രംഗത്തുള്ള റിസർവേഷൻ പുനർക്രമീകരിച്ചു, പല ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിലുള്ള റിസർവേഷൻ ഒഴിവാക്കി, ചെറുകിട വ്യാവസായിക മേഖലകളിലുള്ള റിസർവേഷൻ എടുത്തുകളഞ്ഞു, കമ്പോള വില നിർണ്ണയ സമ്പ്രദായം നടപ്പിലാക്കി, വ്യാവസായിക മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു, സ്വകാര്യ മേഖലകളിൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി, സ്വകാര്യ കുത്തക നിയമത്തിനും വിദേശ നാണ്യ നിയമത്തിനും ഭേദഗതി വരുത്തി. രണ്ടാമത്തെ പോയിൻ്റാണ് ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്,
മൂലധന വിപണി, വിദേശ നാണയ വിനിമയ പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അടങ്ങിയതാണ് ധനകാര്യ മേഖല. താഴെ സൂചിപ്പിച്ച പരിഷ്കാരങ്ങളാണ് പ്രധാനമായും ധനകാര്യ മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കിയത്. ധനകാര്യ സ്ഥാപനങ്ങൾക്കുമേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങൾ കുറവ് വരുത്തി. പലിശ നിരക്ക് നിശ്ചയിക്കൽ, ബ്രാഞ്ചുകൾ ആരംഭിക്കൽ മുതലായവയുടെ കാര്യങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുവാൻ അനുമതി നൽകി. ബാങ്കിംഗ് മേഖലയിൽ 50% വിദേശ നിക്ഷേപത്തെ അനുവദിച്ചു. സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾക്ക് അനുവാദം നൽകി. എക്സാമ്പിൾ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് എക്സെട്ര. വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകി. നിക്ഷേപ നിരക്കിൻ്റെയും വായ്പാ നിരക്കിൻ്റെയും നിയന്ത്രണം നീക്കി. മൂന്നാമത്തെ പോയിന്റാണ് നികുതി പരിഷ്കാരങ്ങൾ. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും നികുതി വെട്ടിപ്പ് തടയുവാനുമായിട്ടാണ് നികുതി പരിഷ്കരണം കൊണ്ടുവന്നത്. പ്രധാനമായും താഴെ സൂചിപ്പിച്ച പരിഷ്കാരങ്ങളാണ് നികുതി രംഗത്ത് കൊണ്ടുവന്നത്. പ്രത്യക്ഷ നികുതി നിരക്ക്, പരോക്ഷ നികുതി നിരക്ക്, കോർപ്പറേറ്റ് നികുതി നിരക്ക്, ആദായ നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവ കുറച്ചു. ചരക്കു സേവന നികുതി ആവിഷ്കരിക്കപ്പെട്ടു. 2017 GST ആരംഭിച്ചു. വൻകിട ഉൽപ്പാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതി ഇളവുകൾ നൽകി. നികുതി അടയ്ക്കൽ പ്രക്രിയ സുതാര്യമാക്കുകയും ലളിതമാക്കുകയും ചെയ്തു. പുതിയ തരം നികുതികൾ ചുമത്തി. നാലാമത്തെ പോയിന്റാണ് വിദേശ വിനിമയ കമ്പോള പരിഷ്കരണങ്ങൾ. ഒരു രാജ്യത്തിലെ നാണയത്തെ മറ്റൊരു രാജ്യത്തിലെ നാണയവുമായി വിനിമയം ചെയ്യുന്ന കമ്പോളമാണ് വിദേശ വിനിമയ കമ്പോളം. നാണയം വിനിമയം ചെയ്യുന്ന നിരക്കാണ് വിനിമയ നിരക്ക്. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില പരിഷ്കരണങ്ങൾ ഈ മേഖലയിലും സർക്കാർ കൊണ്ടുവന്നു. ഇറക്കുമതി കുറയ്ക്കുന്നതിനായി സർക്കാർ രൂപയുടെ മൂല്യശോഷണം നടപ്പിലാക്കി. വിദേശ കറൻസിയുടെ മൂല്യവുമായി താരതമ്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം സർക്കാർ കുറയ്ക്കുന്ന നടപടിയാണ് രൂപയുടെ മൂല്യശോഷണം. കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പിലാക്കി. അഞ്ചാമത്തെ പോയിന്റാണ് വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി സർക്കാർ വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില പ്രധാനപ്പെട്ട മാർഗങ്ങൾ സ്വീകരിച്ചു. താരിഫ് നിരക്ക് കുറച്ചു. ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കി. ഇറക്കുമതി ചുങ്കം കുറച്ചു. കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇറക്കുമതി ലൈസൻസിംഗ് നിർത്തലാക്കി. ഇനി അടുത്തത് ഫിസ്ക്കൽ നയമാണ്. പൊതുച്ചെലവ്, ഗവൺമെൻറ്റിൻ്റെ നികുതി, പൊതുകടം എന്നിവ സംബന്ധിച്ചുള്ള ഗവൺമെൻറ് നയമാണ് ഫിസ്ക്കൽ നയം. ഇനി നികുതി 2 തരമാണുള്ളത്. ഒന്ന് പ്രത്യക്ഷ നികുതി, 2 പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി വ്യക്തികളുടെ വരുമാനത്തിനും ബിസിനസ് സ്ഥാപനങ്ങളുടെ ലാഭത്തിനും ചുമത്തുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ആരിൽ ചുമത്തപ്പെടുന്നുവോ അവർ തന്നെയാണ് ഇത് അടയ്ക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉദാഹരണം ആദായ നികുതി, സ്വത്ത് നികുതി. 2 പരോക്ഷ നികുതി. നികുതി അടയ്ക്കുന്നത് ഒരാളും എന്നാൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി അതിൻ്റെ ആഘാതമേൽക്കേണ്ടി വരുന്നത് മറ്റൊരാളുമാണെങ്കിൽ ഇത് പരോക്ഷ നികുതിയാണ്. ഉദാഹരണം വിൽപ്പന നികുതി, എക്സൈസ് ഡ്യൂട്ടി എന്നിവ. ഇനി GST എന്താണെന്ന് നോക്കിയേ. GST എന്ന് വെച്ചാൽ 2017 ജൂലൈ 1 മുതൽ നടപ്പിലാക്കി വന്നു. വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി എന്നിവയെല്ലാം GSTയിൽ ഉൾപ്പെടുന്നു. അടുത്തത് വിനിമയ നിരക്ക് എന്നാൽ എന്ത്? ഒരു കറൻസി വിദേശ കറൻസിയുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കാണ് വിനിമയ നിരക്ക്. അടുത്തത് സുസ്ഥിര വിനിമയ നിരക്ക് എന്നാൽ എന്ത്? വിദേശ നാണയ വിനിമയ നിരക്ക് കേന്ദ്ര ബാങ്കാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ സുസ്ഥിര വിനിമയ നിരക്ക് എന്ന് പറയുന്നു. ഇനി അയവുള്ള അല്ലെങ്കിൽ വഴക്കമുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് എന്നാൽ എന്ത്? വിദേശ നാണയ വിപണിയിൽ വിദേശ നാണയത്തിൻ്റെ ചോദന പ്രധാന ശക്തികൾക്കനുസൃതമായി നിരക്ക് നിശ്ചയിക്കപ്പെടുന്ന സമ്പ്രദായമാണ് അയവുള്ള അല്ലെങ്കിൽ വഴക്കമുള്ള വിനിമയ നിരക്ക്. രണ്ടാമത്തെ ടേമാണ് സ്വകാര്യവൽക്കരണം. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ 2ാമത്തെ പരിഷ്കരണമാണ് സ്വകാര്യവൽക്കരണം. സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. 2 രീതിയിലാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇടയിൽ നിന്ന് സർക്കാർ പിൻവലിയുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സർക്കാർ വിറ്റഴിക്കുക. ഈ നയമാണ് നിക്ഷേപം പിൻവലിക്കൽ നയം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണമസ് പദവി നൽകിക്കൊണ്ട് അവയെ നവരത്നങ്ങളെന്നും മിനി രത്നങ്ങളെന്നും തരംതിരിച്ചു. ഇനി നവരത്ന സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിളാണ് IOC, HPCL, BPCL, ONGC എന്നിവ. മിനിരത്ന സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിളാണ് ഗെയിൽ, MTLN എക്സെട്ര. അടുത്ത സ്വകാര്യവൽക്കരണ നയം കൊണ്ട് രാജ്യത്തിന് നിരവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇനി സ്വകാര്യവൽക്കരണ നയത്തിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു,
ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു. ആധുനിക സാങ്കേതികവിദ്യയെ പ്രോത്സാഹിപ്പിച്ചു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. മത്സരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചു. സർക്കാരിൻ്റെ വരുമാനം വർദ്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിച്ചു. FDI പ്രോത്സാഹിപ്പിച്ചു. ഇനി സ്വകാര്യവൽക്കരണ നയത്തിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ. സാമൂഹ്യക്ഷേമം കുറഞ്ഞു. അസമത്വം വർദ്ധിച്ചു. മൂന്നാമത്തെ ടേമാണ് ആഗോളവൽക്കരണം. ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അനന്തരഫലമാണ് ആഗോളവൽക്കരണം. ലോകവിപണിയോട് നമ്മുടെ വിപണിയെ കൂട്ടിച്ചേർക്കലാണിത്. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ: രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുക്കൽ, ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെയുള്ള കമ്പോള വികസനം. ഇനി പുറം വാങ്ങൽ അഥവാ പുറം കരാർ നൽകണം. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പുറം വാങ്ങൽ. നമ്മുടെ രാജ്യത്തെ വിവിധ കമ്പനികൾ അവയുടെ പ്രവർത്തന മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രധാനമായും BPO സെൻ്ററുകൾ, സൗണ്ട് റെക്കോർഡിംഗ്, അക്കൗണ്ടിംഗ്, ഫിലിം എഡിറ്റിംഗ്, അധ്യാപനം, ചികിത്സാ രീതികൾ മുതലായ മേഖലകളിലെല്ലാം ഇത്തരം സേവനങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിനെയാണ് പുറം വാങ്ങൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്കാലത്ത് നമ്മുടെ രാജ്യം പുറം വാങ്ങലിനുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയായി വളർന്നിട്ടുണ്ട്. ഇന്ത്യ പുറം വാങ്ങലിനുള്ള ഒരു പ്രധാന സ്ഥാനമായി വളർന്നതിൻ്റെ കാരണങ്ങൾ: കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികളുടെ ലഭ്യത, നല്ല നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം മുതലായവയാണ്. പുറം വാങ്ങൽ നയം നിരവധി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുറം വാങ്ങൽ നയത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിവര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് സഹായിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വിപണി മെച്ചപ്പെടുത്തുന്നു. വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലോക വ്യാപാര സംഘടനയെക്കുറിച്ചാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995 1948 രൂപം കൊണ്ട GATT എന്ന സംഘടനയ്ക്ക് രൂപമാറ്റം വരുത്തിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇന്ത്യ തുടക്കം മുതലേ ഇതിലെ ഒരു അംഗരാജ്യമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. പുത്തൻ സാമ്പത്തിക നയത്തെ വിമർശനാത്മകമായി വിലയിരുത്തൽ. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. നമ്മൾ പഠിച്ച പുത്തൻ സാമ്പത്തിക നയത്തെ എങ്ങനെയാണ് വിമർശനാത്മകമായി വിലയിരുത്തുന്നത്. 1991 പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നിരവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഒന്നാമത്തെ പോയിൻ്റാണ് GDP വർദ്ധിച്ചു. സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തിൻ്റെ GDP വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. എന്നാൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ GDPയിലേക്കുള്ള സംഭാവന രാജ്യത്ത് കുറഞ്ഞു വരികയാണ്. സേവന മേഖലയാണ് ഇന്ന് GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് വിദേശ നിക്ഷേപം വർദ്ധിച്ചു. പരിഷ്കരണ നടപടികൾ രാജ്യത്തിൻ്റെ വിദേശ നിക്ഷേപ തോത് വർദ്ധിപ്പിക്കുവാൻ സഹായകമായി. നേരിട്ടുള്ള വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപന നിക്ഷേപവും രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, വിദേശ വിനിമയ തോത് വർദ്ധിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ വിനിമയ തോത് വർദ്ധിപ്പിക്കുവാൻ ഈ പരിഷ്കരണ നടപടികളിലൂടെ സാധിച്ചു. 4, സമ്പാദ്യവും നിക്ഷേപവും വർദ്ധിച്ചു. സമ്പാദ്യ നിരക്കും 50% മുകളിലും നിക്ഷേപ നിരക്ക് 36% മുകളിലും എത്തിക്കുവാൻ പരിഷ്കരണം സഹായിച്ചു. അഞ്ചാമത്തെ പോയിൻ്റാണ് കയറ്റുമതി വർദ്ധിച്ചു. പരിഷ്കരണ നടപടികളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഓട്ടോമൊബൈൽസ്, എഞ്ചിനീയറിംഗ്, ഗുഡ്സ്, സോഫ്റ്റ്വെയർ, ടെക്സ്റ്റൈൽസ് മുതലായ ഉൽപ്പാദന മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറി. ആറാമത്തെ പോയിൻ്റാണ് ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു. പരിഷ്കരണത്തിലൂടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് വളരെ കുറവാണ്. ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിൻ്റാണ് തൊഴിലവസരങ്ങൾ വേണ്ടത്ര വർദ്ധിച്ചില്ല. പരിഷ്കരണ കാലഘട്ടത്തിൽ GDP വർദ്ധിച്ചെങ്കിലും രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച എന്നാണ് വിമർശകർ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൃഷി. വെറും 3% വാർഷിക വളർച്ചാ നിരക്ക് മാത്രമാണ് കൃഷിയിൽ ഉണ്ടായത്. കാർഷികോൽപാദനക്ഷമത കുറഞ്ഞുപോയി. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. കാർഷിക സബ്സിഡികൾ നിർത്തലാക്കിയത്, കാർഷികോൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കൂടുതൽ, സർക്കാർ നിക്ഷേപക്കുറവ്, ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നു. ഇത് ഭക്ഷ്യപ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കരാർ.
മൂന്നാമത്തെ പോയിന്റാണ് വ്യാവസായിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. കാർഷിക മേഖലയെ പോലെ തന്നെ വ്യാവസായിക വളർച്ചയും പരിഷ്കരണ നടപടികളിലൂടെ വേണ്ടത്ര വർദ്ധിക്കുന്നില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നു. വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, വ്യാപാര രംഗത്ത് വികസിത രാജ്യങ്ങളുടെ അമിതമായ നിയന്ത്രണം മുതലായവയാണ്. നാലാമത്തെ പോയിന്റ് നിക്ഷേപം പിൻവലിക്കൽ നയത്തിൻ്റെ പോരായ്മകൾ. സ്വകാര്യവൽക്കരണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് നിക്ഷേപം പിൻവലിക്കൽ നയം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന നയമാണിത്. എന്നാൽ ഈ നയത്തിൻ്റെ ഭാഗമായി പലപ്പോഴും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കുറഞ്ഞ വിലയ്ക്കാണ് സർക്കാർ വിറ്റഴിക്കുന്നത്. ഇത് സർക്കാർ വരുമാനത്തിൽ കുറവുണ്ടാക്കുന്നു. മാത്രമല്ല, നിക്ഷേപം പിൻവലിക്കൽ നയത്തിൽ സർക്കാരിന് ലഭിച്ച വരുമാനം പൊതുമേഖലകളുടെ പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുന്നതിന് പകരം സർക്കാർ ബജറ്റിലെ കമ്മി നികത്തുവാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ നയം നമ്മുടെ രാജ്യത്ത് വലിയ അഴിമതിക്കും കാരണമാകുന്നു. അഞ്ചാമത്തെ പോയിന്റാണ് ധനനയത്തിൻ്റെ പോരായ്മകൾ. നികുതി ചുമത്തൽ, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന നയമാണ് ധനനയം. നികുതികൾ കുറയ്ക്കുക, നികുതി നിരക്കുകൾ കുറയ്ക്കുക, നികുതി ഇളവുകൾ, പൊതുചെലവുകൾ കുറയ്ക്കുക മുതലായ ധനപരിഷ്കരണങ്ങളാണ് 1991 മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. നികുതി വെട്ടിപ്പ് തടയുവാനും സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞില്ല. മാത്രമല്ല, സർക്കാർ ചെലവുകൾ കുറഞ്ഞതിലൂടെ സാമൂഹ്യക്ഷേമവും കുറഞ്ഞു വന്നു. ആറാമത്തെ പോയിന്റാണ് സാമൂഹ്യ നീതിയുടെയും ക്ഷേമത്തിൻ്റെയും കുറവ്. പരിഷ്കരണ നടപടികൾ രാജ്യത്തെ പൊതുജനങ്ങളുടെ നീതിയും ക്ഷേമവും കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. ആഗോളവൽക്കരണത്തിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കൂടി വന്നു. കൂടാതെ സ്വത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം വർദ്ധിച്ചു. സർക്കാർ വരുമാനം കുറയുന്നതും പൊതുചെലവ് കുറയ്ക്കുന്നതും ജനങ്ങളുടെ ക്ഷേമം വൻതോതിൽ കുറയുവാൻ കാരണമാകുന്നു. ഏഴാമത്തെ പോയിന്റാണ് സാമ്പത്തിക കേന്ദ്രീകരണം. രാജ്യത്ത് സമ്പത്തിൻ്റെ വലിയ വിഹിതം പരിഷ്കരണ നടപടികളിലൂടെ ചുരുക്കം ചില സമ്പന്നരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നു. ഇത് അസമത്വം രൂക്ഷമാകുന്നതിന് കാരണമായി. ഇത്രയും പോയിന്റുകളാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.